ബാർക്കോഴയ്ക്കായി പണം പിരിച്ചിട്ടില്ലെന്നും ശബ്ദരേഖയിൽ പറഞ്ഞ കാര്യങ്ങൾ സത്യമല്ലെന്നും ബാർ ഉടമ സുനിൽ കുമാർ. എന്നാൽ നിയമ ആവശ്യങ്ങൾക്കായി സംഘടനയിൽ നിന്ന് പണം പിരിച്ചു സുനിൽ വിജിലൻസിനോട് പറഞ്ഞു. ഡിസംബർ 31 അന്ന് ഞാൻ തിരുവനന്തപുരത്താണ്. ഞാൻ ഈ പറയുന്ന എറണാകുളത്ത് മീറ്റിംഗ് നടന്നതാണ് ഇങ്ങനെ പറയപ്പെടുന്നത്. പക്ഷേ ആ മീറ്റിങ്ങിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല. ഞാൻ സംസ്ഥാന പ്രസിഡന്റിനോട് ചോദിച്ചപ്പം അദ്ദേഹവും പറഞ്ഞ അങ്ങനെ ഒരു മീറ്റിംഗ് നടന്നിട്ടില്ല എന്നുള്ളതാണ്. അത് ഞാൻ കുഴ കൊടുക്കാൻ പോയിട്ടില്ല, അതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് അറിയത്തില്ല. ബിജു രമേശ് ഒരിക്കൽ പോലും എൻ്റെ പേര് പറഞ്ഞിട്ടില്ല. ഞാനും കൂടെ പോയി കോഴ കൊടുക്കാൻ പോയെന്നോ ഞാൻ എവിടെയെങ്കിലും ഉണ്ടായിരുന്നോ പുള്ളി ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. അസോസിയേഷൻ ലീഗൽ ഫണ്ട് പിരിച്ചിട്ടുണ്ട്. ആ ലീഗൽ ഫണ്ട് നമ്മൾ സംസ്ഥാന കമ്മിറ്റി കൊടുത്തിട്ടുണ്ട്. അത് കേസിനും മറ്റ് ആവശ്യങ്ങൾക്കുമായിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒന്നും എനിക്കും അറിയത്തില്ല. വാർത്തയുടെ വിശദാംശങ്ങളുമായി മിനീഷ് ചേരുന്നു. മിനീഷ്, മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ചൈന സുനിൽ പറഞ്ഞത്? വിജിലൻസിനോട് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അല്പം മുമ്പാണ് ബാർ ഉടമ സുനിൽകുമാറിൽ നിന്നും വിജിലൻസ് SP മൊഴിയെടുത്തത്. സുനിൽകുമാർ മുമ്പ് പറഞ്ഞിരുന്ന കാര്യങ്ങളിൽ തന്നെ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുവെന്നാണ് വിജിലൻസിന് മൊഴി നൽകിയതിനു ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതായത് അടച്ചുപൂട്ടിയ 418 ബാറുകൾ തുറക്കാതിരിക്കാൻ കെ മാണിക്കും മറ്റ് ബന്ധപ്പെട്ടവർക്കുമായി വൻതുക കോഴ നൽകുന്നതിൽ 5 കോടി രൂപ താൻ സംഭാവന ചെയ്യാമെന്ന് അസോസിയേഷൻ യോഗത്തിൽ ബാർ അസോസിയേഷന്റെ ഭാരവാഹി കൂടിയായ അനുമോനോട് പറഞ്ഞതായുള്ള ബിജു രമേശിന്റെ വെളിപ്പെടുത്തൽ സുനിൽകുമാർ ഈ വിജിലൻസിന് മൊഴി നൽകിയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ നിഷേധിച്ചു. ഇത് അദ്ദേഹം മുമ്പും നിഷേധിച്ചൊരു കാര്യം തന്നെയാണ്. എറണാകുളത്ത് യോഗം നടന്നുവെന്ന് പറയപ്പെടുന്ന ഡിസംബർ 31 താൻ തിരുവനന്തപുരത്തായിരുന്നുവെന്നും മാത്രമല്ല അന്ന് അസോസിയേഷൻ പ്രസിഡന്റ് പോലും അങ്ങനെ ഒരു യോഗം നടന്നിട്ടില്ല എന്ന് തന്നോട് പറഞ്ഞതായി സുനിൽകുമാർ വിജിലൻസിനോട് പറഞ്ഞു. അക്കാര്യം മാധ്യമങ്ങളോടും അദ്ദേഹം വ്യക്തമാക്കി. ബിജു രമേശ് പുറത്തുവിട്ട ശബ്ദരേഖയുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല. അതുപോലെ അനുമോനെ ദീർഘനാളായി തന്നെ തനിക്ക് പരിചയമുണ്ട്. പക്ഷേ കോഴ നൽകാനോ അതിനുവേണ്ടി പണം പിരിച്ചെടുക്കാനോ ഒന്നും തന്നെ തനിക്ക് അതുമായിട്ടൊന്നും തനിക്ക് യാതൊരു ബന്ധവുമില്ല. പക്ഷേ പൂട്ടിയ ബാറുകൾ തുറക്കുന്നതിന് വേണ്ടി കോടതിയെ സമീപിക്കാനും അതിനുള്ള ചിലവുകൾക്കുമായി അസോസിയേഷൻ വ്യാപകമായി തന്നെ കേരളത്തിലെ എല്ലാ ബാർ ഉടമകളിൽ നിന്നും പണം പിരിച്ചിട്ടുണ്ട്. അതിന് താനും നല്ലൊരു സംഭാവന നൽകിയിട്ടുണ്ട്. പക്ഷേ അത് ഈ കോഴ നൽകാനോ അല്ലെങ്കിൽ ഇത്ര ഒരു ഭീമമായ 25 കോടിയോളം രൂപയാണ് ഈ 418 ബാറുകൾ തുറക്കാതിരിക്കാൻ വേണ്ടി കെ മാണിക്കും ബന്ധപ്പെട്ട മന്ത്രിമാർക്കുമായി നൽകാൻ വേണ്ടി അസോസിയേഷന്റെ തീരുമാനമുണ്ടായതെന്നും അതിന് 5 കോടി രൂപ തന്റെ സംഭാവന നൽകാമെന്നുമായിരുന്നു അന്നത്തെ ആ ഒരു ബിജു രമേശ് പുറത്തുവിട്ട ശബ്ദരേഖയുടെ വിശദാംശങ്ങൾ. പക്ഷേ അതെല്ലാ കാര്യങ്ങളും തന്നെ ഇപ്പോൾ സുനിൽകുമാർ നിഷേധിച്ചു. മുമ്പ് പറഞ്ഞ അതേ കാര്യങ്ങൾ താൻ ഉറച്ചു നിൽക്കുകയാണെന്ന് പറഞ്ഞു. 418 ബാറുകൾ തുറക്കാതിരിക്കുകയല്ല, മറിച്ച് എല്ലാ ബാറുകളും തുറക്കണമെന്നാണ് തന്റെ ആഗ്രഹം. ഇപ്പോഴും ആ നിലപാടിൽ തന്നെയാണ് താൻ ഉറച്ചു നിൽക്കുന്നതാണ് സുനിൽകുമാർ ഇപ്പോൾ വിജിലൻസിന് നൽകിയ മൊഴിയിൽ നിന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. 3 മണിക്കൂറോളം ഈ മൊഴിയെടുക്കൽ നീണ്ടുനിന്നു. പക്ഷേ ഈ 3 മണിക്കൂറോളം നീണ്ടുനിന്ന മൊഴിയെടുക്കലിലും തന്നെ അന്നത്തെ ഈ വിവാദമായ ശബ്ദരേഖ പരിശോധിക്കാനോ അല്ലെങ്കിൽ ശബ്ദരേഖയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതിലെ ശബ്ദം മറ്റു കാര്യങ്ങളെ കുറിച്ചൊന്നും വിശദമായ ചോദ്യം ചെയ്യൽ ഈ മൊഴിയെടുക്കലിൽ വിജിലൻസ് ചോദിച്ചില്ല എന്നാണ് ഈ സുനിൽകുമാർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ധന്യ. മിനീഷ് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. ശബരിമല ഭണ്ഡാരത്തിലെ മോഷണ കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ടു. അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർമാരടക്കം 7 പേർക്ക് സസ്പെൻഷൻ. വിശദാംശങ്ങളുമായി ലെസ്ലി ജോൺ ചേരുന്നു. ലെസ്ലി, വാർത്ത സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ധന്യ, ശബരിമല ഭണ്ഡാരത്തിൽ കഴിഞ്ഞ മകരവിളക്കിന്റെ അടുത്ത ദിവസം ഉണ്ടായ മോഷണ കുറ്റവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ 7 പേരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സൂപ്പർവൈസറായിരുന്ന അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ നോർത്ത് പരവൂർ സന്തോഷ് കുമാർ, മറ്റൊരു അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ ഹരി ഉൾപ്പെടെ 7 പേരെയാണ് ഇപ്പോൾ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ കേസ് ക്രൈംബ്രാഞ്ചിന് വിടാൻ സർക്കാരിനോട് ശുപാർശ ചെയ്യാനും ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്ന ബോർഡ് യോഗം തീരുമാനമായിട്ടുണ്ട്. കഴിഞ്ഞ മകരവിളക്കിന് തൊട്ടടുത്ത ദിവസമായിരുന്നു 16,65,725 രൂപയുമായി ദേവസ്വത്തിലെ 4 ജീവനക്കാരെ പിടികൂടിയത്. വിദേശ കറൻസികളും വലിയ സ്വർണ്ണ ആഭരണങ്ങളുമായാണ് ഇവർ പിടിയിലായത്. വർഷങ്ങളായി ശബരിമലയിൽ ഇത്തരത്തിൽ ഭണ്ഡാരത്തിൽ നിന്നും ഉത്സവകാലത്ത് വലിയ തോതിലുള്ള മോഷണം നടക്കുന്നുണ്ട് എന്നുള്ള ആരോപണവും അത്തരത്തിൽ നിരവധി ആളുകൾ പിടിക്കപ്പെടുകയും ചെയ്തിരുന്നു. ഈ കേസുകളൊന്നും തന്നെ ക്രൈംബ്രാഞ്ച് കൈമാറിയിരുന്നില്ല. കഴിഞ്ഞ വർഷവും ഭണ്ഡാരത്തിന്റെ സൂപ്രണ്ട് തന്നെ 5 ലക്ഷം രൂപ കവർന്നെടുക്കുകയും തുടർന്ന് ഇത് ദേവസ്വത്തിലേക്ക് തിരിച്ചടച്ച കേസ് പോലും എടുക്കാതിരുന്ന സാഹചര്യമായിരുന്നു. ആ സാഹചര്യത്തിലാണ് ഇത്തവണയും ഇത്തരത്തിൽ മോഷണം ഉണ്ടായത്. വലിയ ഒച്ചപ്പാടുകളും ആരോപണങ്ങളും ഉണ്ടായി പ്രതികൾക്ക് ഉന്നത ബന്ധമുണ്ട് എന്നുള്ള ആക്ഷേപങ്ങളും ഉയർന്നിരുന്നു. ഈ ഘട്ടത്തിലാണ് ഇന്ന്
ദേവസ്വം ബോർഡ് ചേർന്ന് ദേവസ്വം ബോർഡ് ചേർന്ന് ഇത്തരത്തിൽ ഒരു വളരെ സ്വാഗതാർഹമായ ഒരു നിലപാടും ഒരു തീരുമാനവും എടുത്തിരിക്കുന്നത് തന്നെയാണ്. മന്ത്രിസഭാ യോഗത്തിൽ ചീഫ് സെക്രട്ടറിക്കെതിരെ കായിക വകുപ്പ് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പൊട്ടിത്തെറിച്ചു. വകുപ്പ് ഒഴിയാനും തിരുവഞ്ചൂർ സന്നദ്ധത പ്രകടിപ്പിച്ചു. ഗെയിംസ് നടത്തിപ്പിൽ പാകപ്പിഴകളുണ്ടെന്ന ചീഫ് സെക്രട്ടറിയുടെ പ്രസ്താവനയാണ് തിരുവഞ്ചൂരിനെ ചൊടിപ്പിച്ചത്. ചീഫ് സെക്രട്ടറിക്കെതിരെ കടുത്ത വിമർശനമാണ് മന്ത്രിസഭാ യോഗത്തിൽ തിരുവഞ്ചൂർ നടത്തിയത്. ചീഫ് സെക്രട്ടറിയെ മുഖ്യമന്ത്രി താക്കീത് ചെയ്യണം, മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിൽ നിയന്ത്രിക്കണം, അപമാനിക്കാൻ ശ്രമിച്ചാൽ കായിക വകുപ്പ് ഒഴിയാമെന്നും തിരുവഞ്ചൂർ സന്നദ്ധത അറിയിച്ചു. അതേസമയം ഗെയിംസിൽ ചീഫ് സെക്രട്ടറി ചൂണ്ടിക്കാണിച്ച പാകപ്പിഴകൾ മുഖ്യമന്ത്രി ശരിവച്ചു. അപ്പോൾ ചീഫ് സെക്രട്ടറിയുടേതായിട്ട് കണ്ട് അന്നേരെ അദ്ദേഹത്തെ വിളിച്ചു. എന്ത് പറ്റി, എന്താണ് ഇങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞു. അത് മുഴുവൻ ശരിയാ, എനിക്ക് തന്നെ നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതായത് ഉദ്ഘാടന സമയത്ത് സ്റ്റേജിൽ കൂടുതൽ ആളുകളുണ്ടായി, മന്ത്രിമാർക്ക് പോലും സീറ്റ് കിട്ടിയില്ല. അവിടെ വരാൻ അർഹതയില്ലാത്ത പലരും വന്നു, തിക്കും തിരക്കും ഉണ്ടായി. സദുദ്ദേശത്തോടെയായിരുന്നു വിമർശനങ്ങളെന്ന് ചീഫ് സെക്രട്ടറി മന്ത്രിസഭാ യോഗത്തിൽ മറുപടി നൽകി. വിവാദങ്ങളിൽ ഖേദം പ്രകടിപ്പിക്കുന്നതായും ചീഫ് സെക്രട്ടറി പറഞ്ഞു. മുഖ്യമന്ത്രി ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഗെയിംസ് ഈ രീതിയിൽ പോലും നടക്കില്ലായിരുന്നുവെന്നാണ് കോൺഗ്രസിലെ അണിയറ സംസാരം. തിരുവഞ്ചൂരിനെ മാത്രം ഏൽപ്പിച്ചാൽ ഗെയിംസ് തരിപ്പണമായേനെന്നും നേതാക്കൾ അടക്കം പറയുന്നു. ഇതും തിരുവഞ്ചൂരിന് ക്ഷോഭത്തിന് കാരണമാണ്. MR സജേഷ്, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ദേശീയ ഗെയിംസിന്റെ സംഘാടക സമിതിയിൽ നിന്നും CPIM പ്രതിനിധികൾ രാജിവെക്കും. ഗെയിംസ് അഴിമതിയിൽ ഭാഗമാകാതിരിക്കാനാണ് നടപടിയെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അറിയിച്ചു. അതേസമയം ലാലിസത്തിൽ ചീഫ് സെക്രട്ടറിയോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ ലോകായുക്ത നിർദ്ദേശം നൽകി. ഗെയിംസ് അഴിമതിയിൽ ഭാഗമാകാതിരിക്കാനാണ് നടപടിയെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. കേരളത്തിനാകെ അപമാനമായ അഴിമതിയെക്കുറിച്ച് സ്വതന്ത്രാന്വേഷണം വേണമെന്നും CPM ആവശ്യപ്പെട്ടു. ഗെയിംസിന്റെ വിജയത്തിനായി എല്ലാ സഹകരണം നൽകുമെന്നും സെക്രട്ടേറിയറ്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. അഴിമതി ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ അന്യായമായി ധൂർത്തടിച്ച പണം ഖജനാവിലേക്ക് തിരിച്ചു നൽകാൻ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഗെയിംസ് CEO ജേക്കബ് പുന്നൂസും തയ്യാറാകണമെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ മോഹൻലാലിനെ പഴിച്ചാരി രക്ഷപ്പെടാനാണ് സർക്കാരിന്റെ നീക്കം. ഓരോ പരിപാടികൾക്കും അംഗീകരിച്ചിട്ടുള്ളതിന്റെ 4-5 ഇരട്ടി തുകയാണ് ചെലവാക്കിയതെന്നും VS പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തി. അതേസമയം ലാലിസത്തിൽ ചീഫ് സെക്രട്ടറിയോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ ലോകായുക്ത നിർദ്ദേശം നൽകി. ഈ മാസം 16 മുമ്പ് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ലോകായുക്തയുടെ നിർദ്ദേശം. പൊതുപ്രവർത്തകനായ പായിച്ചിറ നവാസ് നൽകിയ ഹർജിയിലാണ് നടപടി. ന്യൂസ് ഡെസ്ക്. കായിക വകുപ്പ് ഒഴിയുമെന്ന വെറും വാർത്ത മാത്രമാണെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. പ്രതിനിധികൾ രാജിവെക്കുന്നത് പുനഃപരിശോധിക്കണമെന്നും തിരുവഞ്ചൂർ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ദേശീയ ഗെയിംസിനെതിരായിട്ട് ഒരു നടപടി വരുന്ന ഒരു കമൻറ്റ് ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭാഗത്തുനിന്ന് വന്നപ്പോൾ അത് ശരിയല്ല. അതിന് ആ അഭിപ്രായമാണ് എനിക്ക് അകത്തും പുറത്തും ഒരുപോലെയുള്ളത്. മാത്രമല്ല അദ്ദേഹം ഇനി മാപ്പൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ എന്തിനാ ഞാനത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാനില്ല. രാഷ്ട്രീയത്തിലൊന്നും നമുക്ക് വൈരുതിരിയാതിന് ബുദ്ധിയില്ല. എനിക്ക് ഇതൊക്കെ സ്പോർട്സാണ്. സ്പോർട്സിനകത്ത് പൊളിറ്റിക്സ് കാണരുത് എന്നുള്ളതാണ്. ഇപ്പോൾ കോൺഗ്രസ് സ്പോർട്സും കമ്മ്യൂണിസ്റ്റ് സ്പോർട്സും ഉണ്ടോ? അതില്ല. അത് ഏതെങ്കിലും ചില ആളുകൾക്ക് ചുമ്മാ എന്ത് പറഞ്ഞാലും രാഷ്ട്രീയം പറഞ്ഞു നടക്കുന്ന സമയം കൊല്ലി രാഷ്ട്രീയക്കാരുണ്ട്. അവരുടെ മനസ്സിൽ മാത്രമേ ആ രാഷ്ട്രീയം തോന്നൂ. ഞങ്ങളുടെ ഒന്നും മനസ്സിൽ അങ്ങനെയൊന്നുമില്ല. ഒരു നല്ല ഓട്ടക്കാരൻ ഇല്ല. ഇത് കറക്റ്റായിട്ട് മുമ്പോട്ട് പോകും. പക്ഷേ അവര് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ തന്നെ അവർ പുനർചിന്തനം നടത്തണം. കാരണം ഇനി ദേശീയ ഗെയിംസ് കേരളത്തിൽ വരണമെങ്കിൽ 58 കൊല്ലെങ്കിലും നമ്മൾ കാത്തിരിക്കണം. ലാലിസത്തിന്റെ പണം മോഹൻലാൽ തിരിച്ചയച്ചു. സ്പീഡ് പോസ്റ്റ് വഴിയാണ് 1.63 കോടി രൂപയുടെ ചെക്ക് ലാൽ തിരിച്ചയച്ചത്. മോഹൻലാൽ വാക്കു പാലിച്ചു. തിരിച്ചു നൽകുമെന്ന് പറഞ്ഞ തുക തിരിച്ചയച്ചു. 1,63 ലക്ഷം രൂപയുടെ ചെക്ക് ദേശീയ ഗെയിംസ് സംഘാടക സമിതി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജേക്കബ് പുന്നൂസിന് അയച്ചു നൽകി. സ്പീഡ് പോസ്റ്റ് വഴിയാണ് ചെക്ക് അയച്ചത്. കായിക മന്ത്രിക്ക് അയച്ച കത്തിൽ ലാലിസത്തിന് ചിലവായ തുക തിരിച്ചു നൽകുമെന്ന് മോഹൻലാൽ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. തീരുമാനത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയും ചെയ്തു. തുക തിരിച്ചു വാങ്ങുന്നത് സംബന്ധിച്ച് ഭരണകക്ഷിയിൽ തന്നെ രണ്ടഭിപ്രായമുണ്ടായി. ഇതോടെ തീരുമാനം മന്ത്രിസഭയ്ക്ക് വിട്ടു. തുക തിരിച്ചു വാങ്ങരുത് എന്ന പൊതുധാരണയാണ് മന്ത്രിസഭാ യോഗത്തിലുണ്ടായത്. എന്നാൽ അതിനു മുൻപ് തന്നെ മോഹൻലാൽ പണം തിരിച്ചയച്ചു കഴിഞ്ഞിരുന്നു. പണം നൽകിയത് മോഹൻലാലിനായിരുന്നില്ലെന്നും അതുകൊണ്ട് തിരിച്ചു വാങ്ങില്ലെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അറിയിച്ചു. അദ്ദേഹം ഇപ്പോൾ ഈ വാങ്ങിയ തുക തിരിച്ചു തരും എന്ന് പറഞ്ഞതായിട്ട് ഞാൻ കണ്ടു. ഗവൺമെൻറ് ആ തുക തിരിച്ചു വാങ്ങുന്ന പ്രശ്നമേ ഇല്ല.
ഇത് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി, ഒരു കരാറുണ്ടാക്കി, ആ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിപാടികളാണ്. അതെല്ലാം ചെലവായ തുകയാണ്. ആ കരാറിനകത്ത് ഒരു തുകയും മോഹൻലാലിൻ്റെതായിട്ട് എടുത്തു വെച്ചിട്ടില്ല. അനേകം കലാകാരന്മാർ പങ്കെടുത്ത ഒരു പരിപാടി, അത് അതിൻ്റെ വിഹിതമായിട്ട് അവർ ഓരോരുത്തർക്കും കൊടുത്തിട്ടുള്ളതാണ്. മോഹൻലാലിനെ മറയാക്കി അഴിമതി മറച്ചുപിടിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് KP ഗണേഷ് കുമാർ MLA പറഞ്ഞു. കണക്കില്ലാതെ പണം പമ്പി, അതിന് മോഹൻലാലിനെ മറയാക്കുക. പരിപാടി പരാജയപ്പെട്ടു, മോഹൻലാൽ സ്വന്തം കയ്യിൽ നിന്ന് പൈസ തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. ആ പൈസ സ്വീകരിച്ചുകൊണ്ട് ആ മനുഷ്യനെ ഇതിൽ നിന്ന് ഒഴിവാക്കണം. മറ്റ് നെറികേടുകളെ കുറിച്ചാണ് അന്വേഷിക്കേണ്ടത്. ഈ ഒരു ലാലിസം മുന്നിൽ നിർത്തിയിട്ട് അതിൻ്റെ പുറകെ നടക്കുന്ന തെറ്റുകളെ മുഴുവൻ ന്യായീകരിക്കാനുള്ള ഒരു ദുഷ്ടലക്ഷ്യം. അല്ല, ലാലിസത്തിൻ്റെ കുറ്റം കൊണ്ടാണെന്നോ LED വാളുണ്ടാക്കിയതിൽ 4 ഇരട്ടി കാശ് കൊടുത്തത് ലാലിസമാണെന്നോ? ദേശീയ ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അവതരിപ്പിച്ച കലാപരിപാടികൾക്ക് ചെലവഴിച്ച തുകയെക്കുറിച്ച് സമഗ്ര പരിശോധന വേണമെന്ന ആവശ്യവും ശക്തമാണ്. NV ബാലകൃഷ്ണൻ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ലാലിസത്തിന്റെ പേരിൽ മോഹൻലാലിനെ വിമർശിക്കുന്നതിനെതിരെ സിനിമാ ലോകത്ത് പ്രതിഷേധം ശക്തമാകുന്നു. ലാലിനെ വേട്ടയാടുന്നത് അവസാനിപ്പിക്കണമെന്ന് മമ്മൂട്ടിയും തങ്ങളുടെ താരങ്ങൾ അപമാനിക്കപ്പെടുന്നതായി ഫെഫ്കയും പറഞ്ഞു. ദേശീയ ഗെയിംസിൽ ലാലിസം മാത്രമാണ് മോശമായതെന്ന മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പരാമർശത്തിന് പിന്നാലെയാണ് സിനിമാ ലോകമൊന്നടങ്കം മോഹൻലാലിനും സാങ്കേതിക പ്രവർത്തകർക്കും പിന്തുണയുമായി അണിചേർന്നത്. വിവാദങ്ങളിലേക്ക് ലാലിനെ വലിച്ചിഴക്കരുതെന്നും ശാന്തമനസ്സോടെ ജോലി ചെയ്യാൻ അദ്ദേഹത്തെ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട മമ്മൂട്ടി വിവാദങ്ങൾ അവസാനിപ്പിക്കണമെന്നും പറഞ്ഞു. സതുദ്ദേശത്തോടെ അദ്ദേഹം ചെയ്ത കാര്യങ്ങളെ അതുപോലെ കാണുകയും അദ്ദേഹത്തെ വേട്ടയാടുന്നത് അവസാനിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ അഭിനയ പ്രവൃത്തികളിലേക്ക് അദ്ദേഹത്തെ മടങ്ങാൻ അനുവദിക്കുകയും സംഘർഷങ്ങളിൽപ്പെടുത്താതെ ശാന്തമായ മനസ്സോടുകൂടി അദ്ദേഹത്തിന് ജോലി ചെയ്യാൻ അനുവദിക്കുകയും ചെയ്യണം എന്നുകൂടെ അപേക്ഷിക്കുക. ഒരു സഹപ്രവർത്തകൻ എന്ന നിലയിലും ഒരു സുഹൃത്ത് എന്ന നിലയിലും ഒരു കലാകാരൻ എന്ന നിലയിലും ഞാൻ എൻ്റെ അനുഭാവങ്ങളും ഐക്യദാർഢ്യവും പ്രകടിപ്പിക്കാൻ കൂടിയാണ് ഈ അവസരം ഉപയോഗിക്കുന്നത്. ലാലിസത്തിന്റെ സാങ്കേതിക പ്രവർത്തകരെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്നത് നീതീകരിക്കാനാവില്ലെന്ന് ഫെഫ്ക വ്യക്തമാക്കി. സർക്കാരുമായി സഹകരിച്ച് പ്രവർത്തിക്കുമ്പോൾ ഇനി ജാഗ്രത പാലിക്കണമെന്നും സംഘടനാ ജനറൽ സെക്രട്ടറി B ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. സർക്കാരിൻ്റെ ഇതുപോലുള്ള ഏത് പരിപാടിയുമായി സർവാത്മന സഹകരിക്കുന്ന ഞങ്ങളുടെ അംഗങ്ങളെ ഇനിയുള്ള ഇങ്ങനെയുള്ള പരിപാടികളിലേക്ക് ക്ഷണിക്കുമ്പോൾ കുറേ കൂടി ജാഗ്രതയോടെ പെരുമാറാൻ നിർബന്ധിക്കുന്ന രീതിയിലാണ് ഇന്നത്തെ ഒരു സാഹചര്യമെന്ന് പറയാതെ വയ്യ. ലാലിസത്തിൽ പഴിചാരി ഉദ്ഘാടന ചടങ്ങിന്റെ നാണക്കേടിൽ നിന്ന് സർക്കാർ തലയൂരാൻ ശ്രമിക്കുന്നുവെന്ന ആക്ഷേപം ശക്തമാകുന്നതിനിടയിലാണ് താരങ്ങളും സംവിധായകരും അടക്കമുള്ള സിനിമാ ലോകം മോഹൻലാലിനും കൂട്ടർക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത്. ന്യൂസ് ബ്യൂറോ.